ഇന്നലെ 2:30 മണിയാകുമ്പോൾ ആരും ഉറക്കം നീക്കില്ലേ, എഴുന്നേക്കും. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ആ സമയത്താണ് ഈ സംഭവം. ആന വന്ന് ആടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ആന വിളിക്കുന്നത്. ആന വിളിച്ച് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് തള്ള ഓടുന്നത്. നിങ്ങളുടെ കയ്യിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങളെ ജീവനും നോക്കണം, കുഞ്ഞുങ്ങളെ ജീവനും നോക്കണം. അപ്പോഴെന്തായിരിക്കും സംഭവം? അടുത്ത രാത്രി വെട്ടോണ്ടാ പറയാൻ ഇല്ല. അതൊന്ന് ചിന്തിച്ച് നോക്കിയേ. വെട്ടമില്ല, വെളിച്ചമില്ല, വഴിയില്ല. കുറ്റികളാണ് മൊത്തവും വെട്ടിയിരിക്കുന്നത്. കുറ്റികൾ വീട്ടിലില്ല. ആ കുഞ്ഞിനെ 2 പ്രാവശ്യം വേണ്ടതല്ല പറ്റി വിളിച്ചോണ്ട് പോയി. എൻ്റെ ചെറുകുട്ടികളായിക്കൊണ്ട് പറയല്ല. എന്ത് മായം ഇത് കണ്ട് ലോകർക്ക് പഠിക്കാനാണ് ഞങ്ങളെ കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടുത്തെ സർക്കാരിനോട് ചോദിക്കുന്നു, പൊതുജനങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് പൊട്ടം തന്നൂടെ? തരാം. വിളിച്ചു തന്നൂടെ? തരാം. തരാം. തരാത്തതാണ് എന്ന് ഞങ്ങൾക്കറിയാം. വർഷം 1-2 പതിറ്റാണ്ടുകളേറെയായി സീതത്തോടുകാർ പുലിയെ ഭയന്നും ആനയെ ഭയന്നും ഒക്കെ ജീവിക്കുവാൻ തുടങ്ങിയിട്ട്. കൃഷി പ്രധാന ആശ്രയമായി കൊണ്ടു നടക്കുന്ന ഇവിടുത്തുകാരുടെ കാർഷിക വിളകൾ മാത്രമല്ല, സ്വന്തം കിടപ്പാടവും പൊന്നുപോലെ നോക്കി വളർത്തിയ വളർത്തുമൃഗങ്ങളും, എന്തിനേറെ മനുഷ്യജീവൻ വരെ കവർന്നെടുക്കുകയാണ് വന്യജീവികൾ. മാനവൻ അവരുടെ വാസസ്ഥാനം കയ്യേറുമ്പോൾ മനുഷ്യന്റെ വാസസ്ഥാനം തേടി അവരും എത്തുന്നു. ഇതിന് വ്യക്തമായി ഉത്തരം പറയുവാൻ കഴിയുന്നത് കാടിന് കാവലായി കഴിയുന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസേഴ്സിന് തന്നെയാവും. നേരത്തെ തന്നെ അവർ നമ്മുടെ വനത്തിനകത്തൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനൊരു പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അവരൊരു പ്രത്യേക പാറ്റേണിലാണ് അവർ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇടയ്ക്ക് റോഡുകളും മറ്റും വരുമ്പോൾ ഈ കോറിഡോർ പോലുള്ള ആനയൊക്കെ സ്ഥിരമായി സഞ്ചരിക്കുന്ന റോഡുണ്ട്. അതിന് ആനത്താര അല്ലെങ്കിൽ എലിഫന്റ് കോറിഡോർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഈ റോഡും മറ്റ് ഡെവലപ്മെൻറ്റ്സും വരുന്ന സമയത്ത് മൃഗങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരത്തിന് വിഘാതം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാതെ വരുന്ന സമയത്ത് അത് വഴിതെറ്റി കൂട്ടം തെറ്റി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓരോ ദിവസവും സീതത്തോട് കൃഷിഭവനിലെത്തുന്ന പരാതികളുടെ എണ്ണം ചെറുതല്ല. മുതൽ മുടക്കി കൃഷി ഇറക്കിയിട്ടും ആദായം പോലും എടുക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഓരോ കർഷകനും. നിരന്തരം ഇവിടെ വന്യജീവി ശല്യം റിപ്പോർട്ട് ചെയ്യുന്നൊരു കൃഷിഭവനാണ്. പ്രത്യേകിച്ച് ആ പഞ്ചായത്തിൻ്റെ ചരിത്ര ഭൂമിശാസ്ത്രം ഞാൻ പറഞ്ഞു. 2 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കും. 2 അതിർത്തി, ഇടത് സൈഡും വലത് സൈഡും വനമാണ്. ആ വനത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു പഞ്ചായത്താണ് സീതത്തോട് പഞ്ചായത്ത്. അപ്പോൾ വന്യമൃഗ ശല്യം എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. വന്യമൃഗങ്ങൾക്ക് വലിയ ശല്യമില്ല. പിന്നെ ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഇവിടെ 365 ദിവസത്തിൽ ഒരു 260 ദിവസവും മഴ കിട്ടുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ ജലദൗർലഭ്യമില്ല, ധാരാളം ജലമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾക്ക് 2 പ്രധാന ജലവൈദ്യുത പദ്ധതികളായ ശബരിഗിരി, കക്കാട് പവർ സ്റ്റേഷൻ സീതത്തോട് പഞ്ചായത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വന്യജീവികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു അതിനു വേണ്ടി ഇങ്ങോട്ടിറങ്ങുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നമുള്ളത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഈ ജലാശയങ്ങളെ ആശ്രയിച്ച്, അതായത് കാട്ടിനുള്ളിൽ ജലം ദൗർലഭ്യം വരുമ്പോൾ എപ്പോഴും ജലം കിട്ടുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് വന്യജീവികൾ പുറത്തോട്ട് വരും. അപ്പോൾ അങ്ങനെയും വന്യജീവികളുടെ ശല്യം കൂടുന്നു. അപ്പോൾ വേനൽക്കാലമായാലും മഴക്കാലമായാലും എന്ത് ചെയ്യുന്നു, വന്യജീവി ശല്യം വരും. വേനൽക്കാലത്ത് വെള്ളത്തിന് വേണ്ടി അത് പുറത്ത് വരുന്നു. മഴക്കാലമാകുമ്പോൾ അല്ലാതെ തന്നെ അത് വനത്തിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ പുറത്തു വരുന്നില്ല. ഇതിനിടയിൽ കണ്ടുമുട്ടേണ്ടി വന്നത് കാടിൻ്റെ മക്കളെയാണ്. നാട്ടിലേക്ക് മാറിപ്പാർക്കേണ്ടവർ. വീണ്ടും നിയമവ്യവസ്ഥകളും നിയമപാലകരും അവരെ ഉൾക്കാട്ടിലേക്ക് തള്ളി നീക്കുമ്പോൾ ഭയന്ന് കഴിയേണ്ടി വരുന്ന കുരുന്നുകൾ, കുടുംബം. കണ്ടമാനം മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ പേടിച്ച് വരും. പിന്നെ മോളത്തെ ആ കമ്പലോട്ട് വടം വലിച്ച് കെട്ടിയിട്ടുണ്ട്. സർക്കാരിനൊരു സഹായം ഇല്ല. ഇത്രയും ഈ ഒരു മാടം, നല്ലൊരു മാടം വയ്ക്കാനെ കൊണ്ട് 10,000 രൂപ 15,000 രൂപ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. റേവിൽ നിന്ന് കിട്ടേണ്ടതാണ്, ഞങ്ങൾക്ക് കിട്ടത്തില്ല. നല്ലൊരു ഷെഡ് വയ്ക്കുകയാണെങ്കിൽ തന്നെ അതിനുണ്ട് 50,000 രൂപ 40,000 രൂപയോളം നല്ലൊരു പെര വയ്ക്കാനായിട്ട്. അപ്പോൾ പെര വെച്ചിട്ട് ഷെഡ് വെച്ചിട്ടാലേ ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. മുൻകൂർ ഞങ്ങൾക്ക് പൈസ കിട്ടും. ഫോറസ്റ്റുകാർ ഇവിടെ വരികയെടുക്കുകയും കാണുകയൊക്കെ ചെയ്ത് കൃഷി നശിപ്പിക്കുമ്പോഴൊക്കെ അവർ വരും. അന്ന് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ
വർഷമാണെന്ന് വരിയിൽ ഇത് നമ്മളെ ഫോട്ടോ എല്ലാം എടുത്ത് അക്ഷയ വഴി അയക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് ഇതുവരെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഫോറസ്റ്റുകാരെ അറിയിച്ചാലും നമുക്ക് ഇതുവരെ ഒരു 10 പൈസ പോലും നഷ്ടപരിഹാരമായിട്ട് കിട്ടിയിട്ടുമില്ല. പിന്നിങ്ങനെ ജീവനെ പേടിച്ച് ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കളഞ്ഞേച്ച് ഇവിടെ ഇങ്ങോട്ട് പോകാനാണെന്ന് വെച്ച് ഇങ്ങനെ ഇവിടെ കിടക്കുക. രാത്രിയാണെങ്കിലും വന്യമൃഗത്തെ പേടിച്ചാണ് കിടക്കുന്നത്. എപ്പോഴേ ഇറങ്ങി വരണമെന്ന് അറിയാനും അവരുടെ പരിസരത്ത് വരെ ആന വന്ന കുളമ്പ് കണ്ടില്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം. നമ്മളെ ഇനി സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനയും പന്നിയൊന്നും കയറാതിരിക്കാനും എല്ലാം വേലി കെട്ടുവോ കടങ്ങ് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം. കൺമുൻപിൽ പുലിയെ കണ്ട് ശ്വാസമടക്കി നിൽക്കേണ്ടി വരുന്ന നിമിഷം, ഭയന്ന് വീടിന് വെളിയിൽ പോലും ഇറങ്ങുവാൻ കഴിയാത്ത സാഹചര്യം, അത്രയേറെ ഭയാനകത നിറഞ്ഞ ജീവിതം തള്ളി നീക്കുകയാണ് ഓരോ മനുഷ്യജീവനും ഇവിടെ. എന്ത് മായോ, ഞങ്ങൾ എന്ത് ദ്രോഹം ഇവർക്ക് ചെയ്തുകൊണ്ട് ചോദിക്കും. എല്ലാവർക്കും വെട്ടമുണ്ട്, എല്ലാവർക്കും വെളിച്ചമുണ്ട്. 10 ലക്ഷത്തിൽ പരം ആദിവാസികൾ കേരളത്തിലുണ്ട്. അവർക്കെല്ലാവർക്കും വീട് കൊടുക്കണം, സ്ഥലം കൊടുക്കണം, വെട്ടം കൊടുക്കണം, വെളിച്ചം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധി ഉണ്ടെന്ന് പറയുന്നു. സർക്കാർ എല്ലാം ആദിവാസിയായി കിടന്ന് പറയുന്നു. ഞങ്ങൾക്ക് എവിടെ? ഞങ്ങൾക്ക് വെട്ടം എവിടെ? വെളിച്ചം എവിടെ? വീട് എവിടെ? ഇതൊന്നും തന്നെ ഇല്ലല്ലോ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളുടെ ഒന്ന് കിടക്കണമെന്ന് അറിയാമോ? ഒരപേക്ഷയുണ്ട്. എനിക്കൊരു മോൻ 37 വയസ്സായി, പള്ളിക്കുറിച്ച് പോയിട്ടില്ല. ഈ നിൽക്കുന്നത് പള്ളിക്കുറിച്ച് പോയിട്ടില്ല. ആ നിൽക്കുന്നത് പള്ളിക്കുറിച്ച് പോയിട്ടില്ല. നമ്മളെ മക്കൾ പഠിക്കണ്ടേ? എൻ്റെ വീട്ടിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. മൂന്നാമത്തതിന് 3.5 വയസ്സാണ്. 3 വയസ്സ്, 5 വയസ്സ്, 7 വയസ്സ്. 3 പേരും പോയിരിക്കുക സ്കൂളിൽ പഠിക്കാൻ. ആ ഒരൊറ്റ കാര്യം കൊണ്ട് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ മാത്രം നിങ്ങളും ഈ കണ്ണീർ ഒഴിക്കുന്നു. ഞങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കടുപ്പായ സുഖമായിട്ട് ഞങ്ങളെ നോക്കണ്ട. ഞങ്ങളെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുമ്പോൾ സർക്കാരിനോട് പറയുമോ? ഈ പാവങ്ങളെ രക്ഷിക്കണം. രക്ഷിച്ചില്ലെങ്കിൽ ശിക്ഷിക്കരുത് ഞങ്ങളെ, അല്ലേ? രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിക്ഷിക്കരുത്. ഇപ്പം ശിക്ഷയാണ്. ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഞങ്ങൾ ഒന്നുകിൽ ഞങ്ങൾക്ക് രക്ഷ തരണം, അതില്ലെങ്കിൽ തരികയെന്ന് പറഞ്ഞു വയ്ക്കണം. രണ്ടിലേതെങ്കിലും ഒന്നും. മനുഷ്യനും കാട്ടുമൃഗങ്ങളും തമ്മിലുള്ള യുദ്ധം കാലങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതാണ്. ഇരുവശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴും വില്ലനും ഇരയുമായുള്ള സ്ഥാനം ഇരുവരും കൈമാറി ഉപയോഗിക്കുന്നു. സമാധാനപരമായ പരിശ്രമത്തിലൂടെ, വ്യക്തമായ ധാരണ നിറഞ്ഞ കൃത്യനിർവഹണങ്ങളിലൂടെ മനുഷ്യൻ അവൻ്റെ വാസസ്ഥാനത്തും വന്യജീവികൾ കാട്ടിലും സമാധാനമായി വസിക്കുന്ന നല്ല നാളേക്കായി നമുക്ക് സ്വപ്നം കാണാം.